ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഈ ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും കരങ്ങളിലില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത്. ഒരു യജമാനൻ കൃഷിക്കാരുടെ പക്കൽ തൻ്റെ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചിട്ട് പോകുന്നു. ആ കൃഷിക്കാരാകട്ടെ ആ മുന്തിരിത്തോട്ടം തൻ്റെ സ്വന്തമെന്ന് കരുതി അവർ സൂക്ഷിക്കുന്നു. തിരിച്ച് യജമാനൻ തൻ്റെ ഭൃത്യന്മാരെ അയച്ച് ആ മുന്തിരിത്തോട്ടത്തെ അന്വേഷിക്കുമ്പോൾ ആ ഭൃത്യന്മാരെ അടിക്കുകയും കല്ലെറിയുകയും പ്രഹരിക്കുകയും ചെയ്യുന്നുവെന്ന് ക്രിസ്തുനാഥൻ ഫരിസേയരെയും നിയമജ്ഞരെയും നോക്കി ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത്. യജമാനൻ ദൈവമാണ്. ഏൽപ്പിച്ചിട്ട് പോകുന്ന മുന്തിരിത്തോട്ടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ്. കൃഷിക്കാർ നമ്മൾ ഓരോരുത്തരുമാണ്. ചോദിക്കാൻ വരുന്നത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദൂതന്മാരും, അതായത് നമുക്ക് നൽകിയ കുറേ ബന്ധങ്ങളും. നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ ഈ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എവിടേക്കോ വെച്ച് ആ ദൈവത്തിൽ നാമൊക്കെ അകന്നു പോയേക്കാം. ആ ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് ആ ദൈവത്തിൻ്റെ ബന്ധത്തെ വിട്ട് നമുക്ക് അകന്നു പോയേക്കാം. അപ്പോൾ ചില മനുഷ്യരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടാകും, നന്മയെ ഓർമ്മിപ്പിക്കാൻ, ശരിയായ പാത ഇതല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇങ്ങനെ ചില ഓർമ്മപ്പെടുത്തലുകളുമായി വരുന്ന മനുഷ്യരെ നാം എല്ലാവരും ചിലപ്പോഴെങ്കിലും പ്രഹരിക്കുകയായിരിക്കും, അവരെ അവഗണിക്കുന്നുണ്ടാകും, അവരെ ബോധപൂർവം മാറ്റി നിർത്തുന്നുണ്ടാകും. ഇങ്ങനെ പവിത്രമായ ഈ ജീവിതത്തെ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ നമുക്ക് അവഗണിച്ച് കളയുമ്പോൾ അത് ദൈവത്തിൻ്റെ സ്വന്തമായതുകൊണ്ട് തന്നെ ആ ദൈവം തിരിച്ചു ചോദിക്കാനായി ഒരു രണ്ടാം വരവ് വരും. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ. സ്വന്തമെന്ന് അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല. ദാനമായി ലഭിച്ച ഈ ജീവിതം ഏറ്റവും ദാനമാണെന്ന തിരിച്ചറിവിൽ നന്മയോടെ ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ അല്പം പോലും കളങ്കമില്ലാതായിരിക്കുക എന്നത് നാം ഓരോരുത്തരും ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണ്. ദാനമായിട്ടാണ് ഈ ജീവിതം നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ദാതാവായ ക്രിസ്തുവിൽ നിന്നും സ്വീകരിച്ച ഈ ജീവിതം ഒരിക്കലും കളങ്കമില്ലാതെ ജീവിച്ചുകൊണ്ട് തിരിച്ച് അതേ കണക്ക് ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. യജമാനൻ തിരിച്ചു വരുന്നൊരു നാളുണ്ട്. ഈ നാളുടെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്ന ചില മനുഷ്യരുടെയൊക്കെ ഇടപെടലുകൾ. ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, സ്നേഹിതരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. ആരൊക്കെയോ നമ്മുടെ പാതകളെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരോടൊക്കെ കാണിക്കുന്ന അവഗണന ഭൃത്യന്മാരോട് കാണിക്കുന്ന അവഗണനയ്ക്ക് തുല്യമാണ്. പക്ഷേ ഈ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, ഒരാഗ്രഹമുണ്ട്. ചില സെക്കൻഡ് ചാൻസ് എപ്പോഴും ദൈവം നമുക്ക് നൽകും. ആ സെക്കൻഡ് ചാൻസിലാണ് നമ്മളൊക്കെ തിരുത്തപ്പെടേണ്ടത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വെച്ച് ദൈവം നൽകുന്ന ഒരു സെക്കൻഡ് ചാൻസ് അത് ഗൗരവപൂർവ്വം എടുത്തുകൊണ്ട് ചില മനുഷ്യരുടെ ഇടപെടലുകളൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നന്മയുടെ പാതയിൽ ചരിക്കാൻ ഈ തപസ്സുകാലം നമുക്ക് സഹായകമാകണം. കാരണം തപസ്സുകാലം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. കൂടുതൽ നന്മയോടെ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ. ആ ജീവിതത്തിനിടയിൽ വന്നു പോകുന്ന വീഴ്ചകളൊക്കെ മാറ്റി നിർത്തി നൽകിയ ദാതാവിൻ്റെ ഔദാര്യത്തിന് ഹിതമനുസരിച്ച് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആദരവോടെ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ആ വിശുദ്ധിയിൽ അല്പം പോലും കളങ്കം വരുത്താതെ ശരീരവും മനസ്സും നിർമ്മലമായി ജീവിക്കുവാൻ ഈ തപസ്സുകാലം നമുക്ക് സഹായകമാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.